ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് തലേദിവസത്തെ പാത്രങ്ങളൊക്കെ കഴുകി ഇതൊക്കെ എടുത്ത് വെച്ചു. നേരെ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ച് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെക്കുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടക്കം. അത് കഴിഞ്ഞ് നേരെ പോയി ചായ വെക്കുവാണ്. രാവിലെ നല്ല തണുപ്പും ഉണ്ട്, ക്ഷീണവും നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 8 മന്താണ് ഒരു പ്രഗ്നൻസിയിൽ. ഭയങ്കര ക്ഷീണമൊക്കെ ആയി തുടങ്ങി. ചായ കുടിക്കുന്നത് നല്ലതല്ല, എങ്കിലും ഒരു ചായയൊക്കെ കുടിച്ചങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും മീൻകറി സാമ്പാറും ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന്. പിന്നെ ഞാൻ കാച്ചിലാണ് പുഴുങ്ങിയത്, കൂടെ ഉണക്കമീൻ വറുക്കാനായിട്ട് വെള്ളത്തിൽ വിട്ടു. അപ്പോഴത്തേനും മോൻ എന്നെ അന്വേഷിച്ച് വന്നു, കുറച്ച് നേരം അവൻ്റെ കൂടെ ഒന്ന് കളിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അവനും ഞാനും കൂടെ ഇരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ചേട്ടനിപ്പം നേരത്തെ പോകണമായിരുന്നു. ഒരു 7:15 ആകുമ്പോഴത്തേനും ആൾക്ക് ജോലിക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ ധൃതിയിട്ടുള്ള പണിയൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. മാത്രമല്ല ഇപ്പം കുറച്ചൊരു റെസ്റ്റൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസിയിൽ ഇപ്പോൾ 8 മന്താണ്. 8 മന്ത് ഒരു പകുതി ആകുന്നതേ ഉള്ളൂ. സ്കാൻ ചെയ്തപ്പോൾ തന്നെ കുഞ്ഞ് സെഫാലിക് പൊസിഷനിലൊക്കെ ആയി. പക്ഷേ ഡെലിവറി പെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം. കാരണം പണിയുടെ ഒരു കൂടുതൽ കൊണ്ട് മാക്സിമം റെസ്റ്റ് എടുക്കാനായിട്ടാണ് ഡോക്ടർ പറയുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ സി സെക്ഷൻ ആയിരുന്നു മോനെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പെയിനൊക്കെ വരുന്നത് അത്രയ്ക്കും നല്ലതല്ല. നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത് അതിൽ കുറച്ച് ടാബ്ലറ്റൊക്കെ തന്നിട്ടുണ്ട്. ഒരു ഹോർമോൺ ടാബ്ലറ്റും ഒക്കെ തന്നു വിട്ടു. അതൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു. കുറേയൊക്കെ റെസ്റ്റൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ അടുക്കളയിലൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേനും എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങിനാണ്. നാളെ അവിടെ പോകണ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വീട് പണി നടക്കുവാണ്. കാര്യമായിട്ടുള്ള കുക്കിങ്ങുകളൊന്നും നടന്നിട്ടില്ല. നമ്മൾ ചോറൊക്കെ ആക്കി. പിന്നെ ചേട്ടൻ്റെ അമ്മ വന്ന സമയത്ത് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അടുത്താണ് താമസിക്കുന്നതൊക്കെ. അപ്പോൾ അമ്മ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഉച്ചക്കത്തേന് ഞാൻ വലിയ കാര്യമായിട്ട് ഇനി വേറെ ഒന്നും വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നാന്ന് വെച്ചാൽ പോകേണ്ടതുകൊണ്ട്. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ചോറൂണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാനും കുഞ്ഞും ചേട്ടനും ഒക്കെ റെഡിയായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ കട്ടളവേപ്പും കാര്യങ്ങളുമാണ്. അപ്പോൾ വീട്ടിലാണ് ഇതെല്ലാം പണിതത്. അതൊക്കെ വണ്ടി വന്നു, വണ്ടിയെ കയറ്റി നേരെ നല്ല ഉച്ച സമയം, നല്ല വെയിലുള്ള സമയമാണ്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര കാറ്റ്. ഹൈ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റായിരുന്നു. അങ്ങനെ മോൻ കളിക്കാനായിട്ട് ഇതേ പോയിട്ടുണ്ട്. അവലുമൊക്കെ നനച്ച് കാപ്പിയൊക്കെ എടുത്ത് ഞാനും ചേട്ടനും കൂടെ കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.